മുത്തങ്ങയിൽ നരനായാട്ടെന്ന് പറയുന്നവർ സിബിഐ റിപ്പോർട്ടും നായനാർ സർക്കാരിന്റെ കാലത്തെ ജസ്റ്റിസ് ബാലകൃഷ്ണൻ നമ്പ്യാർ കമ്മീഷൻ റിപ്പോർട്ടും പുറത്തുവിടാൻ ധൈര്യം കാണിക്കണമെന്ന് വെല്ലുവിളിച്ച മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ എ കെ ആന്റണി 21 വർഷമായി സിപിഐഎം ഇത് പാടിക്കൊണ്ടിരിക്കുകയാണെന്നും എ കെ ആന്റണി പറഞ്ഞു. UDF ഭരണകാലത്തെ പോലീസ് അതിക്രമങ്ങൾ സംബന്ധിച്ച മുഖ്യമന്ത്രിയുടെ ആരോപണങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു എ കെ ആന്റണി. മുത്തങ്ങ സംഭവത്തെ കുറിച്ച്, പോലീസ് ആക്ഷനെ കുറിച്ച്, ആദിവാസി സമരത്തിന് പിന്നിലുള്ള സംഭവങ്ങളെക്കുറിച്ച് CBI അന്വേഷിച്ചതിന് കിട്ടിയ റിപ്പോർട്ട് എന്താണ്? അതിലാരെയാണ് കുറ്റപ്പെടുത്തുന്നത്? ആർക്കെതിരെയാണ് നടപടി ആവശ്യത്തിന്? ആ റിപ്പോർട്ടും ഈ ഗവൺമെൻറ്റിൻ്റെ കയ്യിലുണ്ട്. ആ റിപ്പോർട്ടൊന്ന് പ്രസിദ്ധീകരിക്കുക. നായനാർ നിയമിച്ച ഭാസ്കരൻ നമ്പ്യാർ കമ്മീഷൻ്റെ റിപ്പോർട്ട് പുറത്തുവിടണം. എൻ്റെ കാലത്ത് ഉണ്ടായ CBI എൻക്വയറി വിശദാംശങ്ങൾ ജനസമക്ഷം നൽകണം. 21 വർഷമായി ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ്. ഹരിമോഹൻ ചേരുന്നു നമുക്കൊപ്പം. ഗുഡ് ഈവനിങ് ഹരിമോഹൻ. ഏറെക്കാലത്തെ ഒരു പതിവ് തെറ്റിച്ചുകൊണ്ടാണ്, അതായത് വിശ്രമ ജീവിതത്തിലേക്ക് കടന്നതായിരുന്നു ദില്ലിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തിയ എ കെ ആന്റണി. ഇന്ന് അദ്ദേഹം ഒരു വാർത്താസമ്മേളനം വിളിക്കുന്നത് ഇന്നലെ നിയമസഭയിൽ പ്രതിപക്ഷം മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ പകച്ചു നിന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയല്ലേ? അദ്ദേഹത്തിന്റെ മറുപടികളിൽ എന്തൊക്കെ കാര്യങ്ങൾ, പ്രത്യേകിച്ചും അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്ന കാലത്തടക്കം നടന്ന കാര്യങ്ങളിൽ ഉണ്ടായിരുന്നു? തീർച്ചയായിട്ടും സുജയ, ഒരു പതിറ്റാണ്ട് കാലത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് എ കെ ആന്റണി ഇന്നൊരു വാർത്താ സമ്മേളനം നടത്തിയെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇതിനു മുൻപ് തെരഞ്ഞെടുപ്പ് കാലയളവിലൊക്കെ കൺവെൻഷനുകളുടെ ഭാഗമായി അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കാറുണ്ട് എന്നുള്ളതിനപ്പുറം സ്വന്തമായി ഒരു വാർത്താ സമ്മേളനം വിളിച്ച് രാഷ്ട്രീയം മാത്രം സംസാരിക്കുന്ന ഒരു വാർത്താ സമ്മേളനം ആന്റണി വിളിക്കുന്നത് 2015 ശേഷം, അതായത് 10 വർഷങ്ങൾക്ക് ശേഷമാണ്. ഇന്നലെ മുഖ്യമന്ത്രി നിയമസഭയിൽ നടത്തിയ ആന്റണിയുടെയും എ കെ ആന്റണിയുടെയും കെ കരുണാകരന്റെയും കാലത്തെ പോലീസ് അതിക്രമങ്ങളെക്കുറിച്ചുള്ള മറുപടി പ്രസംഗം, ആ മറുപടി പ്രസംഗമാണ് ഇന്ന് എ കെ ആന്റണിയെ KPC ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തി ഇത്തരത്തിലൊരു വാർത്താ സമ്മേളനം നടത്താൻ വേണ്ടി പ്രേരിപ്പിച്ചത്. അദ്ദേഹം അതിൽ പറയുന്ന, അല്ലെങ്കിൽ സർക്കാരിന് മുന്നിൽ വെച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം, അതല്ലെങ്കിൽ സർക്കാരിനോട് നടത്തിയിരിക്കുന്ന ഒരു വെല്ലുവിളി എന്ന് തന്നെ പറയുന്നത് 2 റിപ്പോർട്ടുകൾ. ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞ ശിവഗിരി സംഭവത്തിലെയും അതിനുശേഷം നടന്ന മുത്തങ്ങ വെടിവെപ്പിലെയും ആ 2 സംഭവങ്ങളിലും 2 അന്വേഷണങ്ങൾ നടന്നിരുന്നു. ആ 2 അന്വേഷണങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ശിവഗിരിയിൽ ജസ്റ്റിസ് ബാലകൃഷ്ണൻ നമ്പ്യാരുടെ ഒരു കമ്മീഷൻ ഉണ്ടായിരുന്നു. ആ കമ്മീഷൻ ഇ കെ നായനാർ വെച്ചതാണ്. ഇ കെ നായനാർ സർക്കാർ വെച്ച ആ കമ്മീഷന് റിപ്പോർട്ട് പുറത്തുവിടാൻ പിണറായി സർക്കാർ തയ്യാറാവണം. അതുപോലെ തന്നെ മുത്തങ്ങ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് CBI നടത്തിയിട്ടുള്ള അന്വേഷണത്തിന്റെ റിപ്പോർട്ട് പുറത്തുവിടാൻ ഇതേ സർക്കാർ, പിണറായി സർക്കാർ തയ്യാറാവണം എന്നുള്ള 2 ആവശ്യങ്ങളാണ് അദ്ദേഹം പ്രധാനമായിട്ട് മുന്നോട്ട് വെച്ചത്. വിശദീകരണം, ഒപ്പം മറു ചോദ്യങ്ങൾ, അതിന് മറുപടി പറയാൻ മുഖ്യമന്ത്രിയോ ഭരണപക്ഷത്തുള്ളവരോ തയ്യാറാകുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. താങ്ക് യു ഹരി.